ദേവകി എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രത്തിൻ്റെ സംവിധായകയും സാമൂഹ്യ പ്രവർത്തകയും അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയും മഞ്ജു എടന്തൂരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? ഓക്കെ, മഞ്ജു ചേച്ചി എങ്ങനെയാണ് മഞ്ജു ചേച്ചി സിനിമയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? എന്താണ് മഞ്ജു ചേച്ചി ഇൻസ്പയർ ചെയ്തത്, എന്തൊക്കെയാണെന്ന് പറയാം? ഇൻസ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ മലയാളം സിനിമകളാണ്. സിനിമ ചെയ്യാനുള്ള കാരണം എൻ്റെ ഗുരുനാഥനാണ്. ഫസ്റ്റ് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ മലയാള സിനിമ കാണുന്നത്. അപ്പം ഞങ്ങളെ പഠിപ്പിച്ച തങ്കപ്പൻ എന്ന് പറയുന്ന സാറാണ് സിനിമ കാണാനായിട്ടും സിനിമയിലേക്ക് വരാനുമുള്ള ആദ്യ കാരണം. ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരും സിനിമ പഠിപ്പിക്കുന്നവരും പറഞ്ഞു തരുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയായിരുന്നു സിനിമയ്ക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു വനിത ഈ ഒരു മേഖലയിൽ കടന്നു വന്നാൽ, ഇപ്പോൾ ഒരു സംവിധായക എന്ന ഒരു തലത്തിലേക്ക് കടന്നു വന്നാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഒരു വനിതാ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ നിന്നാണ്, നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നല്ല വരുന്നത്. ഒരു ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റേതായ ഒരുപാട് തിക്തതകളും പ്രയാസങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ സിനിമ സ്വപ്നം കാണുന്ന സമയത്ത്, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് സിനിമയുടെ ആദ്യത്തെ പടി ചവിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അന്നൊക്കെ നമ്മളെ എല്ലാവരും സിനിമയ്ക്ക് പോവാണോ അല്ലെ ഒരു സിനിമ കാണുവാണോ എന്നതുപോലും ഭയങ്കര കുറ്റകരമായിരുന്ന ഒരു കാലഘട്ടം. അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ നാളെ നിങ്ങൾ മലയാള സിനിമയിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മലയാള സിനിമയിലേക്ക് ചുവട് വയ്ക്കാൻ പറ്റും എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അന്ന് ചിരിച്ചുകൊണ്ട് കാണുമ്പോൾ, ഇന്ന് ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അന്നതിനെ ചിരിച്ചുകൊണ്ട് കണ്ടപ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നു, വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. ഇന്ന് നമ്മളിതിനെ ചിരിച്ചുകൊണ്ട് കാണുമ്പോൾ നമ്മൾ കാണുന്ന സിനിമകളെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകളെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. അവിടെ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമൊന്നുമില്ല. സിനിമ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ കുറച്ച് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരുപാട് നിരുത്സാഹപ്പെടുത്തലുകളും അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് വലിയ പ്രോത്സാഹനങ്ങൾ, അത് എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു ഇന്ന് സിനിമയ്ക്ക് വേണ്ടി. നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും ഈ സൊസൈറ്റി ആണെങ്കിലും, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ IFFKയിൽ ഇവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് സ്ത്രീകളുടെ സിനിമയ്ക്കും സ്ത്രീകൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് വരിക എന്നുള്ളതാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ഏതൊരാൾക്കും, ആണിനും പെണ്ണിനും എല്ലാവർക്കും വേണ്ടിയ ഒരു പ്രധാന ഘടകം. മഞ്ജു ചേച്ചി ഏതുതരം സിനിമയാണ്, എന്ത് മെസ്സേജാണ് നമ്മുടെ കാണികൾക്ക് കൊടുക്കാനായിട്ട് മഞ്ജു ചേച്ചി ആഗ്രഹിക്കുന്നത്? നമ്മൾ പ്രേക്ഷകർ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ സിനിമയുടെയും എഴുത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ സൊസൈറ്റിയോട് നമുക്കൊരു പ്രത്യേക പ്രതിബദ്ധതയുണ്ട്. അത് സിനിമയിലായാലും എഴുത്തിലായാലും എല്ലാത്തിലും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നമ്മളൊരു മൂല്യം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവകി എന്ന് പറയുന്ന ഫിലിം നമ്മൾ ചെയ്തപ്പോഴും അതിനകത്തിൽ ഒരു പ്രത്യേക കണ്ടൻ്റ് ഉള്ളത്, നമ്മൾ മാതാപിതാക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു സംഗതിയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് അതിലൂടെ ഒരു മെസ്സേജാണ് കൊടുക്കാനുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോകളിലൊക്കെ നമ്മൾ ഈ ചിത്രങ്ങളും വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും എവിടെയെങ്കിലും അതിൽ സമൂഹത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക മെസ്സേജ് കൂടി പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് മാത്രമല്ല, മിക്ക സംവിധായകരും അല്ലെങ്കിൽ മുതിർന്ന സംവിധായകരൊക്കെ അത് ചെയ്യുന്നുണ്ട്. അത് വായിച്ചെടുക്കുക എന്നുള്ളത് ഓരോ പ്രേക്ഷകൻ്റെ ഒരു ഇഷ്ടമാണ്. എങ്ങനെ സിനിമയെ കാണുന്നു എന്നുള്ള, വിലയിരുത്തുന്നു എന്നുള്ളത് അത് പ്രേക്ഷകൻ്റെ സ്വന്തം തീരുമാനമാണ്. ഒരു സംവിധായക, ഒരു മാധ്യമ പ്രവർത്തക, ഒരു എഴുത്തുകാരി, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എന്ത് മെസ്സേജാണ് ചേച്ചിക്ക് ജനങ്ങളോട് കൊടുക്കാനുള്ളത്? ഇതെല്ലാം ചേർന്നാലും നമ്മൾ ഒരു സാധാരണ മനുഷ്യരാണ് അല്ലേ? അപ്പോൾ എവിടെയൊക്കെ നമ്മൾ നിൽക്കുന്നു അവിടെയൊക്കെ നമുക്ക് നിൽക്കാനായിട്ട് ഈശ്വരൻ്റെ ഒരു കാരുണ്യം ഉണ്ടാവണം, ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം ഉണ്ടാവണം. ഇതിനേക്കാളൊക്കെ ഉപരി കുടുംബത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാകണം, സമൂഹത്തിൻ്റെ സ്നേഹം ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ മാത്രമേ നല്ല ഒരു വ്യക്തിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു വ്യക്തി എവിടെയെങ്കിലും വളരുമ്പോൾ അത് ആരെങ്കിലും എങ്ങനെയെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ എനിക്ക് കൊടുക്കാനുള്ളത്, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും സമൂഹത്തിന് തിരികെ കൊടുക്കേണ്ടതായിട്ടുള്ള നല്ല ഒരു മെസ്സേജ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരാൾ റോഡ്, ഞാനൊരു ഉദാഹരണം പറയുക, ഒരു റോഡ് നമ്മൾ മുറിച്ച് കടക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ണ് കാണാത്ത ഒരാൾ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്കൊപ്പം ആ റോഡ് മുറിച്ച് കടക്കാനായിട്ട് നിൽക്കുക. നമുക്ക് അതിവേഗം പോകേണ്ട ഒരാളായിരിക്കും. നമ്മുടെ സമയം, എല്ലാവരുടെയും സമയത്തിന് ഭയങ്കര വില, അതിവേഗം പോകേണ്ട ഒരാളായിരിക്കും. അപ്പോൾ അത് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ മനുഷ്യനെ അല്ല ഈ അമ്മയെ, ഈ അച്ഛനെ കൈ പിടിച്ചിട്ട് നമ്മൾ അവരെ റോഡിനപ്പുറത്ത് കടത്തി വിട്ടിട്ട് നമ്മൾ അവരുടെ കൂടെ നമ്മൾ അവരെയും സേഫാക്കി പോകണോ, അതോ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സുരക്ഷ മാത്രം നോക്കി പോകണോ എന്നുള്ളത് സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, ഇതേപോലെയുള്ള നല്ല മെസ്സേജുകൾ കൊടുത്തിട്ട് പോകണമെന്നാണ് ഇന്നും എൻ്റെ ആഗ്രഹം. മഞ്ജു ചേച്ചി, നമ്മുടെ IFFK ആണ് കാണാൻ നമ്മുടെ ഒത്തുകൂടിയിരിക്കുന്നത് അതിനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണികൾക്ക് ഉപകാരം, ഇവിടെ വരുന്നവർക്ക് എങ്ങനെ ഇതുകൊണ്ട് ഒരു ഉപകാരമുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ലോക സിനിമകളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഇവിടെ മലയാളം, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചിലപ്പോൾ മലയാളം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇംഗ്ലീഷ് സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ലോക സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു 13 തൊട്ട് 20 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമുക്ക് കയറി കാണാം. അത് മലയാളം മൂവി എന്നൊന്നുമില്ല, ഇംഗ്ലീഷ് മൂവി എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഈ മൂവികളിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരം കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും മനസ്സിലാക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ കലയെ കൂടി ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വലിയ വേദി തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത്തവണത്തെ IFFKക്ക് മറ്റേ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വനിതാ സംവിധായകർക്ക് മാത്രമല്ല, സംവിധായക എന്ന് പറയുമ്പോൾ തന്നെ വനിതയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ടെക്നിക്കൽ സൈഡ്, ഈ നമ്മൾ ഈ വരാനായിട്ട് സ്ത്രീകൾ മടിക്കുന്ന ഒരു സൈഡാണ് ഈ ടെക്നിക്കൽ സൈഡൊക്കെ. അപ്പോൾ സിനിമ, ഈ ആർട്ടിസ്റ്റുകൾ ഒരുപാട് സിനിമയിലേക്ക് വനിതകൾ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക പ്രചോദനമുണ്ട്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം സിനിമയുടെ ചർച്ചയിലേക്കായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള, ഇന്ദു മേഡം അടക്കമുള്ള ആളുകളെ നമ്മൾ കണ്ടു. അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിനിമ ചെയ്യുന്ന ഒരാൾ നമ്മൾ പഠിക്കണം. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല സംവിധായകരെ കാണാൻ പറ്റും, മികച്ച സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചവരെ കാണാൻ പറ്റും, അതേപോലെ തന്നെ അതിൻ്റെ ക്യാമറ ചെയ്തവരെ കാണാൻ പറ്റും, അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്തവരെ കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു വളരെ വിശാലമായ സിനിമാ ലോകം നമുക്ക് മുന്നിലേക്ക് തുറന്നു തരുന്ന ഒരു മേളകളൊക്കെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന് പറയുന്നത്. ഓക്കെ മഞ്ജു ചേച്ചി, ഇനിയും മഞ്ജു ചേച്ചി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു മഞ്ജു ചേച്ചി.